അത് മൊത്തം ഈ നാട്ടിലൊരു കലാമയം, ഒരു കലാസ്പർശമുണ്ട് അല്ലേ പ്രശാന്ത്? അല്ലേ, നാടിനൊരു എനിക്കൊന്ന് കലാപാരമ്പര്യമുണ്ട് അല്ലേ? പ്ലാറ്റ്ഫോമുകളുണ്ട് ധാരാളം. പൂരം, കലാസമിതികൾ, വായനശാല ഇവിടെ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന. ഓക്കെ, അപ്പൊ കോവിലകംകുണ്ടിലെ മറ്റൊരു കലാകാരന്റെ ഒരു പ്രകടനം കൂടി നമുക്ക് കാണാം. എന്താ പേര്? അജിനാസ് മിമിക്രി കലാകാരൻ കൂടിയാണ്. മിമിക്രി അല്ലാതെ ബാക്കി എന്താ പരിപാടി? ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് ഇപ്പം ജേർണലിസം പഠിക്കുന്നുണ്ട്. ശരി, വണ്ടർഫുൾ. അപ്പൊ പറ്റിയ പരിപാടിയാ. അപ്പൊ നോക്കിക്കോ, നമ്മൾ ഏതാ അവതരിപ്പിക്കാൻ പോകുന്നത്? നമ്മുടെ തെരഞ്ഞെടുപ്പ് കാലഘട്ടമാണല്ലോ, കുറച്ച് രാഷ്ട്രീയമാവും. പിന്നെന്താ? അപ്പൊ ആദ്യമായി നമ്മുടെ പ്രിയപ്പെട്ട കൊല്ലം മത്സരാർത്ഥിയായിട്ടുള്ള NK പ്രേമചന്ദ്രൻ MP. കർമ്മങ്ങളിലൂടെയാണ് നീ ശരിയായ സത്യവിശ്വാസിയാണോ അല്ലയോ എന്ന് ബോധ്യപ്പെടുത്തേണ്ടത്. നീ ഉജ്ജ്വലമായ രമ്യഹർമ്മ്യങ്ങൾ പണിമാളിക കെട്ടിപ്പടുക്കുമ്പോൾ തൊട്ടയൽ പക്കത്തെ 3 സെന്റ് 4 സെന്റ് കോളനിയിലെ പാവപ്പെട്ടവന്റെ കൂരയിലേക്കുള്ള വൈദ്യുതിയുടെ വെളിച്ചം തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് നിന്റെ ഭവനത്തിന്റെ നിർമ്മാണമെങ്കിൽ ഒരു കാരണവശാലും ആ ഭവനത്തിന്റെ നിർമ്മാണം അവന്റെ അനുമതി കൂടാതെ പൂർത്തിയാക്കാൻ പാടില്ല എന്ന് പഠിപ്പിക്കുന്ന ഒരു വിശ്വാസം. ഈ പ്രേമേന്ദ്രയൊക്കെ കൃത്യമായിട്ടുണ്ട് അല്ലേ? പ്രേമേന്ദ്രൻ സംസാരിക്കുന്ന സമയത്ത് പ്രേമേന്ദ്രന്റെ മുഖത്തിന്റെ ഈ ഭാഗത്താണ് ആ ഗാംഭീര്യം ഇരിക്കുന്നത് നമുക്ക് തോന്നും അല്ലേ? പറഞ്ഞു വരുന്നതിന്റെ അല്ലേ? വളരെ നന്നായിട്ടുണ്ട് പ്രകടനം, സൂപ്പർ. അടുത്ത ഏറ്റവും കൂടുതൽ കൈ കിട്ടിയത് PC ജോർജ് സാർ. PC ജോർജിന്റെ ചില ഭാഗങ്ങൾ വേണ്ട, ചില ഭാഗങ്ങൾ അതുകൂടി ഒന്ന് പറഞ്ഞേക്കാം അല്ലേ? അങ്ങനെ അല്ലേ? അത് സെൻസർ ചെയ്യാൻ പറ്റത്തില്ല, നമ്മൾ കൂവേണ്ടി വരും കേട്ടോ. അങ്ങനെ എന്തെങ്കിലും വന്നാൽ കൂവാൻ റെഡിയായിരിക്കും കേട്ടോ. PC ജോർജിന്റെ മിമിക്രിയാണ് നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്നത്. എന്തെങ്കിലും വന്നാൽ കൂവാൻ നിങ്ങൾ തയ്യാറാക്കണം. ബീപ്പിടാനുള്ള സാങ്കേതിക സംവിധാനം ലൈവിൽ വളരെ കുറവാണ്. പറഞ്ഞോ. ചേരിയുടെ ഉയർത്തില്ലത് ആരാ പറഞ്ഞേ? ചേരെ ഭാര്യ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതാ. നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ കഷ്ടപ്പെട്ട് 10-40 വർഷമായി പൊതുസമൂഹത്തിനോടെ പ്രവർത്തിക്കുന്നവരാ. ഇതേവരെ ഞാൻ ഏതെങ്കിലും ഒരു വേദിയിൽ ആരെങ്കിലും മോശമായി പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ഭാര്യമായി പ്രവർത്തിക്കുന്നവരാ. ഞാൻ കൃത്യമായി മാത്രമേ വാക്കുകൾ പറയുള്ളൂ. എന്റെ വായതയെ പൊടിച്ച തെറിയാൻ പറയും, മനസ്സിലായില്ലേ? വന്നില്ല, ഗംഭീരമായി. അതിന് കുഴപ്പമില്ല. അതെ, അടുത്ത കാലത്ത് പുള്ളി ഒരു കാര്യം പറഞ്ഞു കുടുക്കി. മാഹിയിലെ പാവപ്പെട്ട സ്ത്രീകൾക്ക് അപമാനം ഉണ്ടാക്കുന്ന തരത്തിലൊരു പ്രസ്താവന നടത്തി. മാഹിയിലൂടെ പോകാൻ പറ്റത്തില്ല എന്നൊരു പ്രസ്താവന നടത്തി. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ നിർഭാഗ്യകരമാണ്. ഇവിടെ BJP പ്രവർത്തനമുണ്ട്, ഞാൻ ചോദിക്കുന്നില്ല തൽക്കാലം, നിങ്ങൾ കുഴപ്പത്തിലാക്കുന്നില്ല, പോട്ടെ. അപ്പം ഇനി വേറൊരു കലാകാരൻ, പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാർ. ഉമ്മൻചാണ്ടി സാറിന്റെ വോയിസ് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഇവിടെ വരാനും നിങ്ങളെയൊക്കെ കാണാനും സാധിച്ചതിന് ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അരുണിനൊപ്പം ഈ ഒരു മോർണിംഗ് ഷോയിൽ കുറച്ച് നേരം ചിലവഴിക്കാൻ സാധിച്ചതിനും സന്തോഷം അറിയിക്കുകയാണ്. എല്ലാവർക്കും തെരഞ്ഞെടുപ്പിൻ്റെ ആശംസ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ പാർട്ടിക്കാരെ മാത്രം ജയിപ്പിക്കണമെന്ന് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഗംഭീരായി. അതിനിടയ്ക്കൂടെ തെരഞ്ഞെടുപ്പ് വോട്ടഭ്യർത്ഥന നടത്തി. യഥാർത്ഥത്തിൽ താങ്കൾ കോൺഗ്രസ് ആണോ? അല്ല. ശരി, അപ്പോൾ കൊള്ളാമല്ലേ? ഒരു ഉമ്മൻചാണ്ടി സാർ ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ്. ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മൊത്തം ജനങ്ങളുടെ മനസ്സറിഞ്ഞിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹം ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അദ്ദേഹത്തെ പരിചയമില്ലാത്ത ഒരു സ്ഥലവുമില്ല. വ്യക്തിബന്ധങ്ങൾ ഇത്രയധികം കാത്തുസൂക്ഷിച്ച ഒരു നേതാവ് വേറെ ഉണ്ടായിരിക്കില്ല. അതാണ് ഉമ്മൻചാണ്ടി ഇല്ലാത്ത ഒരു ഇലക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെയധികം ഒരു നഷ്ടം തന്നെയാണ്. കുറേ നേതാക്കളുണ്ട് കേട്ടോ, ഉമ്മൻചാണ്ടി മാത്രമല്ല. ഉമ്മൻചാണ്ടി അതിൽ പ്രത്യേകിച്ച് എടുത്തു നിൽക്കുന്നു മാത്രം. വേറെ നേതാക്കൾ ഒരുപാട് നഷ്ടങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലുണ്ട്. 2024 തെരഞ്ഞെടുപ്പിൽ ഒരുപാട്. ഇനി നമുക്ക് രാഷ്ട്രീയം കൂടി ഒന്ന് സംസാരിക്കാം.